നമ്മുടെ ഇന്നത്തെ യാത്ര കൊളുക്കുമലയിലേക്കാണ്. കേരളത്തിലെ ഫേമസ് സൺറൈസ് ഡെസ്റ്റിനേഷനുകളായ ബോസ് പീക്കും സിംഗപ്പാറയും എല്ലാമുള്ള കൊളുക്കുമലയിലേക്ക്. സൂര്യനെല്ലിയിൽ നിന്നും 14 കിലോമീറ്ററോളം ഓഫ് റോഡ് ജീപ്പ് സഫാരി ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓർഗാനിക് ടീ പ്ലാന്റേഷനായ കൊളുക്കുമല ഓർഗാനിക് ടീ പ്ലാന്റേഷനിലെത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 7000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ക്യാമ്പിംഗ് സൈറ്റിൽ ഒരു രാത്രി ചെലവഴിച്ച് പിറ്റേ ദിവസം രാവിലെ അവരുടെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ബോസ് പീക്കിലേക്ക് ട്രക്ക് ചെയ്ത് ചെന്ന് അവിടെ നിന്നുള്ള സൺറൈസ് വിഷ്വൽ കാണുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. കൊളുക്കുമലയിലേക്ക് വരുന്ന ഒട്ടുമിക്ക എല്ലാ സഞ്ചാരികളും സിംഗപ്പാറ വരെ എത്തി തിരിച്ചു പോകാറാണ് പതിവ്. നിങ്ങൾ ഒരു കൊളുക്കുമല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ബോസ് പീക്കിലേക്ക് വരണം. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാവുള്ളൂ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വിഷ്വൽസ്. മൂന്നാറിൽ നിന്നും സൂര്യനെല്ലിക്ക് പോകുമ്പോൾ ദേവികുളത്തിനടുത്തായി മനോഹരമായൊരു ടീ പ്ലാന്റേഷൻ ഉണ്ട്, മനില ടീ പ്ലാന്റേഷൻ. പല ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും വീഡിയോസിലുമെല്ലാം നിങ്ങൾ ഈ ഒരു പ്ലാന്റേഷന്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാകും. അതിന് കാരണം ഈ പ്ലാന്റേഷന്റെ ഭംഗിയായിട്ടുള്ള ഈ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ്. അധികം ആളുകളോ തിരക്കോ ഒന്നുമില്ലാത്ത ഈ പ്ലാന്റേഷനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുത്തെ ഭംഗി നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണതയിൽ ഒരു തിരക്കുമില്ലാതെ സ്വസ്ഥമായി ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവർക്കായി ഇങ്ങോട്ടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്കിനും സൂര്യനെല്ലിയിലുള്ള ഹാരിസൺ മലയാളം ടീ എസ്റ്റേറ്റിന്റെ മെയിൻ ഗേറ്റിലേക്ക് നമ്മൾ എത്തി. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള ജീപ്പ് സഫാരിക്കുള്ള ജീപ്പ് നമുക്ക് കിട്ടുക. 2500 രൂപയാണ് ഒരു ജീപ്പിന്റെ വാടക. ഇത് 6 പേർക്കുള്ള ചാർജാണ്. നിങ്ങളിപ്പോൾ 2 പേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ 6 പേരെന്നുള്ള ആ ഒരു നമ്പർ തികയുന്നവരെ ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് തന്നെ ഇവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 80 രൂപയാണ് 4 വീലേഴ്സിന് ഒരു ദിവസത്തെ പാർക്കിംഗ് ചാർജായിട്ട് ഇവർ ഈടാക്കുന്നത്. ഈ കാണുന്നതാണ് ഈ ടീ എസ്റ്റേറ്റിന്റെ മെയിൻ ഗേറ്റ്. ഈ ഗേറ്റിനപ്പുറത്തേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിന് എൻട്രി ഇല്ല. നമ്മുടെ ജീപ്പ് സഫാരി അങ്ങനെ നമ്മൾ തുടങ്ങി. DTPCയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജീപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കുള്ള ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുന്ന് 4 കിലോമീറ്ററോളം നല്ല റോഡാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ച മുതൽക്ക് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഓഫ് റോഡ് റൈഡ് തുടങ്ങി കുറച്ചു കഴിഞ്ഞതും മഴയും എത്തി. മഴ പെയ്തതോടുകൂടി റൈഡിന്റെ വൈബ് തന്നെ അങ്ങ് മാറി. തേയിലത്തോട്ടവും മഴയും മലകളും എല്ലാം കൂടിയായിട്ട് വല്ലാത്തൊരു മൂഡ് തന്നെയായിരുന്നു. ഒരു മണിക്കൂറത്തെ ഓഫ് റോഡ് റൈഡിന് ശേഷം നമ്മൾ കൊളുക്കുമല ടീ എസ്റ്റേറ്റ് ക്യാമ്പിംഗ് സൈറ്റിന്റെ റിസപ്ഷനിലെത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിരുന്നു. ഇവർ ഇവിടുന്ന് നമ്മുടെ സ്റ്റേ പ്രോഗ്രാമിൽ ആദ്യം തരുന്ന ആക്ടിവിറ്റി 5:30-ക്കുള്ള ഒരു സൺസെറ്റ് ട്രക്കാണ്. അത് കൊണ്ടുപോകുന്നത് സിംഗപ്പാറയിലേക്ക്. നമ്മളിവിടെ 3 മണിക്ക് തന്നെ എത്തി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ടൈമിൽ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാഗൊക്കെ സേഫ് റൂമിൽ വെച്ച് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റ്. 3 ലെയറിലായിട്ടാണ് ടെന്റ് അടിക്കാനുള്ള ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന 3 ടെന്റുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമ്പിംഗ് സൈറ്റിന്റെ ഒരു പ്രത്യേകത, ഈ ക്യാമ്പിംഗ് സൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്യൂ പോയിന്റിലാണ് എന്നതാണ്. ഈ ക്യാമ്പിംഗ് സൈറ്റിലെ ഏത് ടെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കിയാലും നിങ്ങൾ കാണുന്നത് ഈ മനോഹരമായ ദൃശ്യമായിരിക്കും. അങ്ങ് ദൂരെ കാണുന്നതാണ് കൊളുക്കുമല ടീ ഫാക്ടറി. കൊളുക്കുമലയിലെ തേയിലയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതിന് കാരണം സമുദ്രനിരപ്പിൽ നിന്നും 7000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പോരാത്തതിന് നാളിതുവരെ ഇവരിവിടെ പെസ്റ്റിസൈഡുകളോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഇവരിവിടെ തേയില ഇപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത് പണ്ട് കാലത്ത് പ്രോസസ്സ് ചെയ്തിരുന്ന അതേ ടെക്നിക്സും മെത്തേഡും യൂസ് ചെയ്താണ്.
ഫാക്ടറി വിസിറ്റിൽ നമ്മളോടൊപ്പം ഒരു ഗൈഡും ഉണ്ടായിരിക്കും. തേയില പ്രോസസ്സ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൽ ഓരോ യന്ത്രങ്ങൾക്കുമുള്ള പങ്കിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സൺസെറ്റ് ട്രക്കിനുള്ള സമയമായി. ഇനി പോകുന്നത് നേരെ സിംഗപ്പാറയിലേക്ക്. മഞ്ഞുള്ളത് കൊണ്ട് സൺസെറ്റ് കിട്ടുമെന്നില്ല, എന്നാലും സിംഗപ്പാറ കാണണം. പണ്ടാരോ പറഞ്ഞതുപോലെ ചില ഡെസ്റ്റിനേഷനുകളെക്കാളും മനോഹരമായിരിക്കും അവയിലേക്കുള്ള വഴികളെന്ന്. ആ ഒരു വാചകമാണ് ഇതുവഴി പോകുമ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. മനോഹരമായ ഒരു വഴിയല്ലേ, രണ്ട് വശത്തും മരങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇതിന്റെ രണ്ട് സൈഡിലും വലിയൊരു കൊക്കയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മലയുടെ റിഡ്ജിലൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത്. ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഇറക്കമാണ്. ചെറിയ ഉരുളം കല്ലുകളൊക്കെ ഉണ്ട്. കാലൊന്ന് തെറ്റുകയാണെങ്കിൽ നേരെ താഴോട്ടായിരിക്കും പോകുന്നത്. നല്ല പൊക്കത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. എനിക്കത് കാണുമ്പോൾ എത്ര ഫീൽ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇറക്കം കുറച്ചൊന്ന് സൂക്ഷിക്കണം. നമ്മൾ സിംഗപ്പാറയുടെ അടുത്തെത്തി. ആ പയ്യൻ കയറി നിൽക്കുന്നുണ്ടോ, അത് സിംഗപ്പാറയുടെ ആ ഒരു ജാഗ്വാർ ഹെഡില്ല, അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ കാഴ്ചകളൊന്ന് കാണിക്കാം. ഒന്ന് സൂക്ഷിച്ചിറങ്ങണം. ആ കാണുന്നതാണ് സിംഗപ്പാറ അല്ലെങ്കിൽ ജാഗ്വാർ റോക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ഇത്രയും തിരക്കുള്ളപ്പം നമ്മൾ ആ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് ആൾക്കാരോടൊക്കെ മാറി നിന്ന് എടുക്കാൻ പറയുന്നത് അതൊരു ശരിയായ രീതിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷ്വലായിട്ട് സിംഗപ്പാറയെ ഞാനൊന്ന് ഒതുക്കുകയാണ്. ജഗ്വാർ റോക്ക് കണ്ടല്ലോ, സാധാരണ ഇതിൻ്റെ പുറകിൽ തിപ്പടമലയൊക്കെ കാണാണ്ടാണ്. പക്ഷെ മഞ്ഞ് കയറി മൂടിയിരിക്കുന്നുണ്ട്, അതൊന്നും കാണുന്നില്ല. നമുക്ക് ഈ ജഗ്വാറിൻ്റെ ഹെഡ് മാത്രം കാണാൻ സാധിക്കും. സിംഗപ്പാറയിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. രാത്രി ഈ ക്യാമ്പ് സൈറ്റിന്റെ ആംബിയൻസ് തന്നെ അങ്ങ് മാറി. കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റിങ്ങും എല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു മൂഡ് തന്നെയാണ്. ക്യാമ്പ് ഫയറും കോടമഞ്ഞും സുഹൃത്തുക്കളും, ഇതിലും ഡെഡ്ലി കോമ്പിനേഷൻ വേറെ കിട്ടാനില്ലല്ലോ. സുഹൃത്തുക്കളുമൊത്ത് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നാളെ രാവിലെ ബോസ് പീക്കിലേക്ക് ട്രക്ക് ചെയ്യാം. വെളുപ്പിന് 4 മണിക്ക് കൊളുക്കുമലയിലെ കട്ടനം അടിച്ച് ബാക്കിയുള്ളവർക്കായുള്ള കട്ട വെയിറ്റിംഗിലാണ്. ഇന്നത്തെ ട്രക്കിങ്ങിന് മൊത്തമുള്ളത് 10 പേരാണ്. എല്ലാവരും എത്തിയിട്ടേ ട്രക്കിംഗ് തുടങ്ങുകയുള്ളൂ. എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല, പക്ഷേ ട്രക്കിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. ഒരു 4:30 ആകുമ്പോഴത്തേക്കും ഈ ക്യാമ്പ് സൈറ്റിന്റെ റിസപ്ഷനിലെത്തുക. എന്നിട്ട് പെർ ഹെഡ് 1200 രൂപ എന്ന റേറ്റിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ട്രക്കിങ്ങിന് കൂടാം. ഈ പോകുന്ന വഴിക്കെല്ലാം തന്നെ ബോസ് പീക്ക് എന്നുള്ള ബോർഡ് കാണാം നമുക്ക്. ഈ തേയിലത്തോട്ടത്തിന് ഇടയിലൂടെയാണ് ഈ ട്രക്കിങ്ങിനുള്ള വഴിയുള്ളത്. അതുകൊണ്ട് തന്നെ വഴി തെറ്റാതിരിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരിക്കും. ഇനി ഇവിടുത്തെ സ്റ്റേ പാക്കേജിനെ കുറിച്ച് പറയാം. ഇവർ സ്റ്റേക്കായിട്ട് നമ്മുടെ ഇന്ന് പെർ ഹെഡ് മേടിക്കുന്നത് 2100 രൂപയാണ്. അത് വീക്കെൻഡ് ആകുമ്പോൾ 2800 ആകും. ഈ പൈസയ്ക്ക് ഇവർ എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് നോക്കാം. വന്നതും ഈവനിങ്ങിൽ സൺസെറ്റ് ട്രക്ക് ഉണ്ട്. അത് പോകുന്നത് സിംഗപ്പാറയിലേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതും ക്യാമ്പ് ഫയറും ഡിന്നറും. പിറ്റേ ദിവസം രാവിലെ ഈ ബോസ് പീക്ക് ട്രക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫാക്ടറി വിസിറ്റ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയുമാണ് ഈ 2100 രൂപയിൽ നമുക്ക് ഇൻക്ലൂഡ് ആകുന്നത്. നിങ്ങൾ ബോസ് പീക്ക് കാണണം, അല്ലെ കൊളുക്കുമല ടീ ഫാക്ടറി കാണണം, ഇതെല്ലാം കണ്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് വരുന്നതെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ് എക്കോണമിക്കൽ. കാരണം താഴെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ബോസ് പീക്കിന് വേണ്ടി 1200 രൂപയും ടീ ഫാക്ടറി വിസിറ്റിന് 100 രൂപയും എക്സ്ട്രാ കൊടുക്കണം. മൊത്തം 1300 രൂപ നിങ്ങൾക്ക് പിന്നെയും എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഈ ജീപ്പിന്റെ ചാർജ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്ത് മനോഹരമായ വിഷ്വലാണല്ലേ ഇവിടുന്ന് തന്നെ ഉള്ളത്. അപ്പം മുകളിൽ ചെല്ലുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കും. ഇവിടം വരെ ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെയുള്ളവർ കുറച്ച് മെല്ലെ ആയതുകൊണ്ട് പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് മുകളിലോട്ടുള്ള വഴി പറഞ്ഞു തന്നിട്ട് ഞങ്ങളോട് തന്നെ കയറിക്കോളാൻ പറഞ്ഞു. ഇനി ഇവിടുന്ന് പോയി നേരെ ഒരു കയറ്റം കയറിയാൽ ബോസ് പീക്കായി. അങ്ങനെ നമ്മൾ ബോസ് പീക്കിലെത്തി. ബോസ് പീക്കിന്റെ മുകളിൽ ഇവരൊരു മണിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഉദിച്ചുയരുന്ന സൂര്യനെ ഇവിടെ നിന്നും മണിയടിച്ച് വേണം സ്വീകരിക്കാൻ എന്നാണ്. ഇന്നത്തെ മണിയടിക്കൽ കർമ്മം അനുവാണ് നിർവഹിക്കുന്നത്. അങ്ങനെ അവൻ മണിയടിച്ച് സൂര്യനെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി ഇവിടുത്തെ കുറച്ച് കിടിലൻ വിഷ്വൽസും കൂടെ നമുക്ക് കാണാം. കൊളുക്കുമലയിൽ 3 താരങ്ങളാണുള്ളത്. ഉദിച്ചുയരുന്ന സൂര്യൻ, തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന തിപ്പടമല, പിന്നെ ഇവിടെ കിട്ടുന്ന ക്ലൗഡ് ബെഡ്. ഇതിൽ ആദ്യത്തെ 2 പേരെയും നമുക്ക് കിട്ടി.
ക്ലൗഡ് ബെഡിനെ കിട്ടാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ ആ ഒരു സങ്കടം മാറ്റിത്തന്നത് ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. കാരണം ബോസ് പീക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മീശപ്പുലിമലയും ആനയിറങ്ങൽ ഡാമും ടോപ്പ് സ്റ്റേഷനും എല്ലപ്പട്ടിയും പിന്നെ തമിഴ്നാട്ടിലെ കമ്പം തേനിയും എല്ലാം വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഇവിടുന്ന് കിട്ടുന്ന ഒരു 360 ഡിഗ്രി വ്യൂ അതിന് പകരം വെക്കാനായി മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾ കൊളുക്കുമലയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ബോസ് പീക്കിലേക്ക് ഒന്ന് ട്രക്ക് ചെയ്തിരിക്കണം. കാരണം ഇവിടുന്ന് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. ബോസ് പീക്കിൽ നിന്നുള്ള ഒരു കിടിലൻ സൺറൈസും ബാക്കി വിഷ്വൽസും എല്ലാം മനസ്സ് നിറയെ കണ്ടതിന് ശേഷമാണ് ഇവിടെ നിന്നും ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. ബോസ് പീക്കിൽ നിന്നുമുള്ള സൂര്യോദയം കാണാനായി ഇരുട്ടത്ത് ഓടിക്കേറിയപ്പോൾ ഞങ്ങൾ ഈ വഴിയൊന്നും നേരെ ശ്രദ്ധിച്ചതുപോലുമില്ലായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴാണ് ബോസ് പീക്ക് പോലെ തന്നെ അവിടേക്ക് എത്താനുള്ള വഴിയും എത്രമാത്രം മനോഹരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കൊളുക്കുമലയുടെയും ബോസ് പീക്കിന്റെയും എല്ലാം വിശേഷം ഇവിടെ തീരുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.